നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടത് ആധിപത്യം. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും LDF പ്രതിനിധികൾ വിജയിച്ചു. ശക്തമായ മത്സരത്തിനൊടുവിൽ വികസനകാര്യ സമിതിയടക്കം മുഴുവൻ പ്രധാന കമ്മിറ്റികളും LDF പിടിച്ചെടുത്തതോടെ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി. വരണാധികാരിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടെടുപ്പിൽ മരാമത്ത്, ആരോഗ്യം, ക്ഷേമം, വിദ്യാഭ്യാസം എന്നീ സമിതികളിലും ഇടതുമുന്നണി ഭൂരിപക്ഷം തെളിയിച്ചു. ചേലക്കരയിലും ആറ്റൂരും അപകട പരമ്പര. ഉതുവടിയിൽ ബൈക്ക് യാത്രികൻ അശ്രദ്ധമായി വെട്ടിച്ചതിനെ തുടർന്ന് മിനി വാനും കാറും കൂട്ടിയിടിച്ച് അപകടം. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആറ്റൂർ പാറപ്പുറത്ത് റബ്ബർ ഷീറ്റ് പുരയ്ക്ക് തീപിടിച്ചു. 2000-ഓളം റബ്ബർ ഷീറ്റുകളും ഉപകരണങ്ങളും കത്തിനശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ചേലക്കരയിൽ സ്കൂളിന് മുന്നിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി മഞ്ഞാർപാടത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം. 77 ഏക്കറിലെ നെൽകൃഷിയിൽ 1.5 ഏക്കറോളം പന്നിക്കൂട്ടം നശിപ്പിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ പന്നികൾ കൃഷിയിടം കുത്തിമറിക്കുന്നത് പതിവായതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. പന്നികളെ വെടിവെക്കാൻ ഷൂട്ടറുടെ സേവനം ആവശ്യപ്പെട്ട് പഞ്ചായത്തിനും കൃഷിഭവനും അപേക്ഷ നൽകിയിട്ടും നടപടിയില്ലെന്ന് കർഷകർ. സർക്കാർ അടിയന്തര ധനസഹായം നൽകിയില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ. തൃശൂർ ജില്ലയിലെ പ്രധാന പുരാവസ്തു കേന്ദ്രമായ ചെറുമനേങ്ങാട് കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നതായി പരാതി. പരിപാലനത്തിനായി ടെൻഡർ എടുത്ത കമ്പനി നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ ഗാർഡനുകൾ ഉണങ്ങുകയും പറമ്പ് കാട് പിടിക്കുകയും ചെയ്ത നിലയിലാണ്. 4000 വർഷം പഴക്കമുള്ള കുടക്കല്ലുകൾ സംരക്ഷിക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തുന്നതായും തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ